ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ട് നല്ലൊരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അരി കുതിർക്കേണ്ടി ഒന്നും ഒരാവശ്യമില്ല കേട്ടോ, വെറും 10 മിനിറ്റ് മതി കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ച് അതിലേക്ക് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കെല്ലാം എടുക്കുന്ന പൊടിയില്ലേ, അതാട്ടോ എടുത്ത്. അതാവുമ്പോൾ ഒന്നും കൂടി നല്ല എന്താ പറയുക, നല്ലോണം റെഡി ആയിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറിൻ്റെ അളവ് കൂടി പോരുത്, അപ്പം ഭയങ്കര സോഫ്റ്റായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പരുവാട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 3 ഏലക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പത്തിരിപ്പൊടി എടുത്തുകൊണ്ട് പച്ചരിപ്പൊടിയില്ലേ, അതാട്ടോ. അതിലേക്ക് 1 കപ്പ് വെള്ളം തന്നെ ആട്ടോ എടുത്തത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം അരച്ചെടുക്കുക. അരക്കുമ്പോൾ നമ്മൾ ഏലക്കായിൻ്റെയും ജീരകത്തിൻ്റെയും തരിതരിപ്പില്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാട്ടോ വേണ്ടത്. ഒരുപാട് അങ്ങ് കട്ടിയല്ല, എന്നാൽ ഭയങ്കര ലൂസും അല്ല. ഈ ഒരു തിക്നെസ് മതി കേട്ടോ. ഇങ്ങനെയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2.5 ആണി വെല്ലം കേട്ടോ ഞാനെടുത്ത ശർക്കര. അത് വലുതായതുകൊണ്ടാണ് 2.5 എടുത്തത്. അത് കറക്റ്റ് മധുരമാണ് കേട്ടോ. ഇതിലും കൂടുതൽ മധുരം വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെല്ലത്തിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. ഇതിപ്പോൾ ഇതാ ശർക്കര നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ആ ചൂടോടുകൂടെ തന്നെ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ആ ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ പൊടിൻ്റെ മിക്സ് ഇല്ലേ, നേരത്തെ നമ്മൾ അരച്ച് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചൂട് തണിയെ നമ്മൾ കാത്തു നിൽക്കരുത്, ആ ചൂടോടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ മിക്സ് ചെയ്യുന്നതെങ്കിൽ കട്ട കെട്ടിപ്പോകും കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ചൂടുള്ള ശർക്കര പാനിയല്ലേ ഒഴിച്ചത്, അതുകൊണ്ട് ആ ചൂടോടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് ഒഴിക്കുകയും വേണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീരെ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസിലാട്ടോ നമ്മളെ ബാറ്റർ വേണ്ടത്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഇട്ടുകൊണ്ട് ആ മാവിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പേ തന്നെ ബേക്കിംഗ് സോഡ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു സൈഡിൽ മാറ്റി വെച്ച് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയുള്ളിയും തേങ്ങ കൊത്താട്ടോ വേണ്ടത്. എൻ്റെ കയ്യിൽ അതില്ലാത്ത കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ തേങ്ങ കൊത്ത് ഇടുമ്പോൾ ഒന്നും കൂടി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതാണുള്ളൂ, വല്ലാണ്ട് വേറെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ കളറായാൽ ഇത് പ്ലേറ്റ് അതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. വല്ലാണ്ട് കരിഞ്ഞു പോവരുത്, അത് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെച്ച് കൊടുക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കണം. തീ കുറച്ചിട്ട് നമ്മൾ മാവ് ഒഴിക്കാൻ നിൽക്കരുത്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങൻ്റെ ഉള്ളിൻ്റെ മിക്സ് ഇല്ലേ, അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുക്കർ അടച്ച് കൊടുക്കാം. അതിൻ്റെ വിസിലെടുത്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്. തീ കൂടി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അടി ഭാഗം കരിഞ്ഞു പോകട്ടോ. അതുകൊണ്ട് തീ കൂടി പോകാണ്ട് ശ്രദ്ധിക്കുക. കറക്റ്റ് 10 മിനിറ്റ് മാത്രം മതി കേട്ടോ. എന്നിട്ടൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇത്. ഇനിയിപ്പോൾ നമുക്ക് ഈ എന്താ പറയുക, ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. അഥവാ നിങ്ങൾക്ക് വല്ലാണ്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. ചെറിയ പറ്റിപ്പിടിക്കലാണ്, അതൊന്നും പ്രശ്നമില്ല. നമ്മളിത്
അടച്ച് വെക്കും വീണ്ടും കുക്കർ. എന്നിട്ട് നല്ല പോലെ തണുത്തതിന് ശേഷമാണ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം ഇത് നല്ല പോലെ തണുത്തിട്ടുണ്ട്, ചൂടൊക്കെ നല്ലോണം പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഫോർക്ക് വെച്ചോ കത്തി വെച്ചോ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. ഞാനിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് വിടിയിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല ആരെടുത്തിട്ടുള്ള കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്